രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ കൊപ്പം ടൗണിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങി. കൊപ്പം ടൗൺ നവീകരണം കഴിഞ്ഞതിന് പിന്നാലെയാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത്. പല സമയങ്ങളിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇതിന് പരിഹാരം കാണുക എന്നത് ലക്ഷ്യമിട്ടാണ് ടൗണിൽ സിഗ്നൽ സംവിധാനം ഒരുക്കിയത്. ലൈറ്റുകളും പോസ്റ്റുകളും നേരത്തെ സ്ഥാപിക്കുകയും ട്രയൽ റൺ നടത്തുകയും ചെയ്തിരുന്നു. കൊപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷമാണ് ഇപ്പോൾ ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കൽ ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കോരങ്ങോട്ടിൽ സ്വിച്ച് ഓൺ നിർവഹിച്ചു. നമ്മുടെ കൊപ്പം ടൗണിലുള്ള ട്രാഫിക്കിന്റെ സിഗ്നൽ ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞത്. ഒരുപാട് കാലമായിട്ട് ഇവിടെ ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിഗ്നൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയ് ഘോഷ്, അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ, ഹനീഫ തുടങ്ങിയവരും പങ്കെടുത്തു. പാലക്കാടുള്ള സ്വകാര്യ ഏജൻസി വഴിയാണ് ടൗണിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. പൂർണ്ണമായും ടൈമർ മുഖാന്തരമാകും 4 പാതകളിലെ ഗതാഗത സിഗ്നൽ ലൈറ്റുകൾ നിയന്ത്രിക്കുക. സിഗ്നൽ ലൈറ്റുകളിൽ രാത്രികാലങ്ങളിൽ വേണ്ട റിഫ്ലക്ടറുകൾ, ബാരിക്കേഡുകൾ തുടങ്ങിയവ സജ്ജമാക്കിയിട്ടുണ്ട്. സിഗ്നൽ ലൈറ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ നഗരത്തിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ഫ്രീ ലെഫ്റ്റ് ഭാഗത്ത് റോഡരികിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റുകൾ ഗതാഗതത്തിന് തടസ്സമാകുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിലും ഇക്കാര്യം ചർച്ചയായിരുന്നു. പോസ്റ്റുകൾ വേഗത്തിൽ മാറ്റണമെന്ന് KCB അധികൃതർക്ക് മുഹമ്മദ് മുഹസിൻ MLA നിർദ്ദേശം നൽകി. ഈ പോസ്റ്റുകൾ മാറ്റിയാൽ മാത്രമേ പൂർണ്ണമായും ഗതാഗത സൗകര്യം സാധ്യമാവുകയുള്ളൂ. ഈ ചാനൽ കൊപ്പം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.